സാറേ, തീവ്ര വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ കഴിഞ്ഞ ദിവസം UK ഒരു റാലി സംഘടിപ്പിച്ചു. ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാരാണ് പങ്കെടുത്തത്. അതായത് 1.5 ലക്ഷം കുടിയേറ്റ വിരുദ്ധ റാലി. ആ തെരുവുകൾ മുഴുവൻ നിറഞ്ഞു കവിഞ്ഞൊഴുകുക. അപ്പോൾ എത്രയോ കാലമായി അടക്കി വെച്ചിരുന്ന ഒരു പ്രതിഷേധം, അതിൻ്റെ ഒരു തുടക്കമാണിത്. അങ്ങനെയല്ലേ കരുതിക്കൂടാ? അതായത് കുടിയേറ്റ വിരുദ്ധ റാലി എന്നാണ് പേരിട്ടിരുന്നെങ്കിലും ഇതൊരു മുസ്ലിം വിരുദ്ധ റാലി ആയിരുന്നു. കാരണം റാലിയിൽ അങ്ങനത്തെ ഈ പ്ലക്കാർഡുകൾ ഇല്ലേ, മുദ്രാവാക്യങ്ങൾ എല്ലാം, കൊടികൾ, ചില ഉദാഹരണത്തിന് ഈ പലസ്തീൻ കൊടിയൊക്കെ വെച്ചിട്ട് അത് കീറിക്കളയുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ അപ്പോൾ ഈ മുസ്ലിം പതാകകൾ, ഇസ്ലാമിക പതാകകൾ ഈ കുടിയേറ്റ വിരുദ്ധ റാലിയിൽ പങ്കെടുത്തവർ കൊണ്ടുവന്നിട്ട് അത് പരസ്യമായിട്ട് കീറിക്കളയുന്ന അവസ്ഥയൊക്കെ, രംഗങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. 1.5 ലക്ഷം പേര് ഇങ്ങനെ ശരിക്കും തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചു. കുടിയേറ്റ വിരുദ്ധ സുനാമി എന്നാണ് വിദേശ പത്രങ്ങളിലും റിപ്പോർട്ടുകളിലും കാണുന്നത്. കുടിയേറ്റ വിരുദ്ധ സുനാമി. ശനിയാഴ്ചയാണ് റാലി നടന്നത്. യുണൈറ്റ് ദി കിങ്ഡം എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. യുണൈറ്റഡ് കിങ്ഡം എന്നല്ലേ UK? അതെ. അതിലൊരു ഇടയ്ക്ക് യുണൈറ്റഡ് ദി കിങ്ഡം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനെ ഐക്യപ്പെടുത്തുക, ഒന്നിപ്പിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ്. കുടിയേറ്റക്കാരെ, അനധികൃത കുടിയേറ്റമൊന്നുമില്ല, കുടിയേറ്റക്കാരെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഈ കുടിയേറ്റക്കാരെ പുറത്താക്കിയാലേ ബ്രിട്ടൻ നന്നാവുള്ളൂ എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ എലൺ മസ്ക് ഇല്ലേ, JD വാൻസും നേരത്തെയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, കുടിയേറ്റമാണ് വലിയ ബ്രിട്ടൻ ഒരു യൂറോപ്പിൽ ഇസ്ലാമിക രാജ്യമാവുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യം UK ആയിരിക്കും എന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലണ്ടൻ നഗര ഹൃദയത്തിൽ തന്നെയായിരുന്നു ഇത്. അപ്പോൾ രാജ്യത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ മുസ്ലിം വിരുദ്ധ റാലിയിൽ പങ്കെടുത്തവർ പറഞ്ഞത്. ടോമി റോബിൻസൺ ആണ് അതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അഭയം തേടുന്ന ആളുകൾ, അതായത് അവിടെ രാഷ്ട്രീയ അഭയമോ അല്ലെങ്കിൽ കുടിയേറ്റത്തിന് ചെല്ലുന്നവരോ ഒക്കെ ഹോട്ടലുകളിൽ താമസിക്കുമല്ലോ. അങ്ങനത്തെ ഹോട്ടലുകളുടെ പുറത്ത് ചെറിയ റാലികൾ നടന്നു. ഈ ചെറിയ റാലികളെല്ലാം കൂടി ഒരു നദി പോലെ ഒഴുകി വലിയ റാലിയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ സെൻറ്റ് ജോർജിൻ്റെ കൊടി 2 തരത്തിൽ ഇവർ വഹിച്ചിരുന്നു. സെൻറ്റ് ജോർജിൻ്റെ ചുവപ്പ് വെള്ളക്കൊടി, ചുവപ്പും വെള്ളയും ചേർന്ന സെൻറ്റ് ജോർജിൻ്റെ കൊടി, അതും യൂണിയൻ ജാക്ക്, രണ്ടും ഇവർ വഹിച്ചിരുന്നു. അപ്പോൾ മറ്റേത് മതപരമാണല്ലോ മുസ്ലിം എന്ന് പറയുന്നത്. ഇപ്പുറത്ത് സെൻറ്റ് ജോർജിൻ്റെ കൊടി പതാക വഹിച്ചതോടുകൂടി മറ്റേ മതവും കൂടി വന്നല്ലോ. ഇതും മതപരമാണ് എന്നുള്ളത് വന്നു. ഞങ്ങൾക്ക് രാജ്യം തിരിച്ചു വേണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ റാലിക്ക് ഒരു ദേശീയതയുടെ പരിവേഷം കൂടി ഉണ്ടായിരുന്നു. ഒരു നാഷണലിസ്റ്റ് റാലി ആയിരുന്നു. ഇന്ത്യയൊക്കെ പോലെ ഒരു ദേശീയത ബ്രിട്ടനിലും ഉയർന്നു വരുന്നു. ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തുന്ന ആളുകളും ഉണ്ട് ഇല്ലേ, ഫ്രാൻസിൽ നിന്നൊക്കെ കുടിയേറുന്ന ആളുകളും ഉണ്ട്. അവർക്കെതിരെയും, അതായത് ഇംഗ്ലീഷ് ചാനൽ കടന്ന് ചെറിയ ബോട്ടുകളിൽ എത്തുന്ന ആളുകൾക്കെതിരെയും മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നു. സ്റ്റോപ്പ് ദ ബോട്ട് എന്നിവർ പറഞ്ഞിരുന്നു. ആ ബോട്ടുകൾ നിർത്തുക. സെൻഡ് ദം ഹോം, അവരെ വീട്ടിലേക്ക് തിരിച്ചുവിടുക. സേവ് അവർ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളെ വീണ്ടെടുക്കുക, രക്ഷിക്കുക. ഇതിൻ്റെ അകത്ത് കുഴപ്പം പിടിച്ച, വേണമെങ്കിൽ അശ്ലീലം എന്ന് പറയാവുന്ന ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. സ്റ്റാമർ ആണല്ലോ പ്രധാനമന്ത്രി. സ്റ്റാമർ ഈസ് എ വാങ്കർ എന്ന് പറഞ്ഞിരുന്നു. വാങ്കർ എന്ന് പറഞ്ഞാൽ സ്വയംഭോഗി എന്നാണ് അർത്ഥം. അപ്പൊ സ്റ്റാമർ ഈസ് എ വാങ്കർ. അത് ശരിക്കും റൈം ചെയ്യുന്നുണ്ട് അല്ലേ? ER എന്നാണല്ലോ രണ്ടും അവസാനിക്കുന്നത്. സ്റ്റാമർ ഈസ് എ വാങ്കർ, അതാണ് അതിൻ്റെ അർത്ഥം എന്നും അവർ വിളിച്ചു പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ പച്ചയ്ക്ക് പറഞ്ഞു എന്നർത്ഥം. സ്റ്റാമർ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്
എന്നുള്ള അർത്ഥമാണ്. നമ്മൾ മുമ്പ് പല ചർച്ചകളിലും ചെയ്തിട്ടുണ്ട് അല്ലേ? പല കോൺസ്റ്റിറ്റ്യുവൻസീസും മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസി ആയി മാറുന്നതും ഒക്കെ. ലണ്ടൻ മേയർ മുസ്ലിം അല്ലേ? ഇങ്ങനെ പല സ്ഥലത്തും ഈ മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസീസ് വരുന്നത്. എന്നിട്ട് ഈ കക്ഷികൾ, ലേബർ അല്ലേ, കക്ഷിയൊക്കെ ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത്, ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ റാലിയെ ഓൺലൈനിൽ എലൺ മസ്ക് അഭിസംബോധന ചെയ്തു. എലൺ മസ്ക് പറഞ്ഞു, ഡിസ്ട്രക്ഷൻ ഓഫ് ബ്രിട്ടൻ്റെ നാശം ആണ് ഈ കുടിയേറ്റം വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. എലൺ മസ്ക് ജർമ്മനിയിലും ഒക്കെ പോയി പ്രസംഗിക്കാറുള്ളതാണ് ഇങ്ങനെ. അപ്പോൾ അനിയന്ത്രിതമായി വളർന്നിരിക്കുകയാണ് കുടിയേറ്റം എന്നും പറഞ്ഞു. ഇതിൻ്റെ അകത്ത് ഒരു ഗാനമേള, ഇതിൻ്റെ ഭാഗമായിട്ടൊരു മ്യൂസിക്കൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു, വെസ്റ്റിനെ മിഡിൽ ഈസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പാട്ടിൽ തന്നെ പറഞ്ഞു. വെസ്റ്റിനെ മിഡിൽ ഈസ്റ്റ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ റാലിയിൽ പങ്കെടുത്ത ആളുകൾ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പതാക, IS-ൻ്റെ പതാക, പലസ്തീൻ്റെ പതാക, ഇത് മൂന്നും ഉയർത്തി കാണിച്ച ശേഷം പരസ്യമായിട്ട് തെരുവിൽ വലിച്ചു കയറി. മുസ്ലിം ബ്രദർഹുഡ്, IS, പലസ്തീൻ. മാത്രമല്ല, ഈ മുസ്ലിം ബ്രദർഹുഡ് എല്ലായിടത്തും ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഖത്തറിൽ തന്നെ അത് നിരോധിച്ചു. പിന്നെ പലസ്തീൻ ഒക്ടോബർ 7 ശേഷം വെസ്റ്റില് അല്ലേ, അമേരിക്കയില്, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്ത് പ്രതിഷേധ യോഗങ്ങളാണല്ലേ ക്യാമ്പസുകളിലും അമേരിക്കൻ ക്യാമ്പസുകളിലും ഒക്കെ നടന്നത്. സാർ, ഈ പ്രതിഷേധത്തിനിടയ്ക്ക് മറ്റൊരു കാര്യം പറഞ്ഞു. അതായത് UK-യുടെ വികാസത്തിന് വേണ്ടി അല്ല അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ച പൗരന്മാരെ മാറ്റി നിർത്തിയിട്ട് കുടിയേറ്റക്കാരായ ആളുകൾക്ക് അനുകൂലമായ വിധികളാണ് കോടതികൾ പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധത്തിൽ അതൊരു വലിയ നിർണായകമല്ല. കാരണം മുസ്ലിം അനുകൂലമായിട്ട് ഒരുപാട് വിധികൾ UK-യിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് ശരിക്കും അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറയുന്നില്ലേ, ലക്ഷക്കണക്കിന് 13-14 വയസ്സുള്ള ബ്രിട്ടീഷ് പെൺകുട്ടികളെ മുസ്ലിങ്ങൾ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവരല്ലേ, പാകിസ്ഥാനിൽ നിന്നാണ് കൂടുതൽ വന്നിട്ട് ഈ മയക്കുമരുന്നൊക്കെ കൊടുത്തിട്ട് ഈ സെക്ഷുവൽ സ്ലേവ്സ് അല്ലേ, അടിമകളാക്കി കൊണ്ടു നടന്നു. അവരുടെ മനോനില തന്നെ തകർത്തു. ഇത് നടന്നു തുടങ്ങിയിട്ട് 2 ദശകമായി. പക്ഷെ തുടർന്ന് വന്ന സർക്കാരുകൾ, ബ്രിട്ടീഷ് സർക്കാരുകൾ ഈ കാര്യത്തിൽ മുസ്ലിം വോട്ട് ബാങ്കിനെ പേടിച്ചിട്ട് നടപടികളൊന്നും എടുത്തില്ല. എന്നുവെച്ചാൽ കുറ്റകരമായ മൗനം പാലിച്ചു, കുറ്റകരമായ അനാസ്ഥയും മൗനവും ഒക്കെ പാലിച്ച് ഇപ്പോഴാണ് ഈ കാര്യത്തിൽ കുറെ ആളുകളെയൊക്കെ പിടികൂടി ശിക്ഷിക്കുന്നത്. ഇത് പറയാൻ പറ്റുമോ? ഒരുപാട് നഗരങ്ങളിൽ ഇത് സംഭവിച്ചു. ഒരുപാട് നഗരങ്ങളിൽ സംഭവിച്ചു. ഇപ്പോൾ ഇത് 10 ലക്ഷം കുട്ടികൾ എന്നൊക്കെ കണക്ക് വരുന്നുണ്ട്. നമ്മൾ ഇത് 2-3 ചർച്ചകൾ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗ്രൂമിംഗ് ഗാങ്സ്, ഇന്ത്യയിലും ഗ്രൂമിംഗ് ഗാങ്സ് ഉണ്ടായതായിട്ട് നമ്മൾ വടക്കേ ഇന്ത്യയിലെ ചില സംഭവങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ? അപ്പൊ ഈ ഗ്രൂമിംഗ് ഗാങ്സ് എന്ന് പറഞ്ഞ സംഭവം അതിഭീകരമായിപ്പോയി. കാരണം മുസ്ലിങ്ങൾ ബ്രിട്ടനിൽ കയറിയിട്ട് അവിടുത്തെ പെൺകുട്ടികളെ ഇങ്ങനെ നശിപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥയും കൂടി. ഒരുതരം സെക്ഷുവൽ ജിഹാദ് നടത്തി. പലതരത്തിലുള്ള ജിഹാദുകളുണ്ടല്ലോ. അപ്പോൾ അതും വല്ലാതെ വികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ. അതുകൊണ്ടാണ് അപ്പൊ ഈ തദ്ദേശീയരായ പൗരന്മാരെ മുഴുവൻ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഈ റാലിക്ക് കഴിഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. അതിഗംഭീരമായിട്ട് ഈ റാലി ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട് പ്രതിഷേധം, ഇത് കൂടി വികാരങ്ങൾ. ഇത് പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക്കൽ, കൾച്ചറൽ, സോഷ്യൽ ആയിട്ടുള്ള ഭയങ്കരമായ ഒരു ഉണർവ് ഈ റാലി കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ പറഞ്ഞു, വി വാണ്ട് അവർ ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അല്ലേ സ്വതന്ത്രമായ അഭിപ്രായം പോലും അടിയറ ഇവർക്ക് മുമ്പിൽ വെക്കേണ്ടി വന്നിരുന്നു. ഞങ്ങൾക്കത് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞിരുന്നു. ഈ സമയത്ത് ഈ സ്റ്റാമർ ഗവൺമെന്റിനെ തന്നെ പുറത്താക്കണം എന്ന് മസ്കിന്റെ പ്രസംഗത്തിൽ
ആവശ്യപ്പെട്ടു. ഫ്രഞ്ച് നേതാവ് എറിക് സെമ്മർ ഈ റാലിയെ അഭിസംബോധന ചെയ്തു പാരീസിൽ നിന്ന്. യൂറോപ്യൻ മക്കളെ ഇപ്പോൾ മുസ്ലിം സംസ്കാരം പകരം വെക്കുകയാണ് എന്ന് ആ സ്പീച്ചിൽ പറഞ്ഞു. മറ്റേ ബ്രിട്ടീഷ് സംസ്കാരത്തിനെ മുസ്ലിം സംസ്കാരം കീഴടക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മുൻ കോളനികൾ നമ്മെ കോളനീകരിക്കുകയാണ് എന്നും ആ ഫ്രഞ്ച് നേതാവ് പറഞ്ഞു. ഈ സമയത്ത് സ്റ്റാമറിൻ്റെ മകനും എമിറേറ്റ്സ് സ്റ്റേഡിയത്തിലായിരുന്നു. എവിടെ? എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ മകൻ്റെ ഒപ്പം ആഴ്സണൽ പ്രീമിയർ ലീഗ് കാണുകയായിരുന്നു സ്റ്റാമർ. അപ്പൊ സ്റ്റാമർക്ക് ഈ റാലി ഇത്രയേ ഉള്ളൂ. സ്റ്റാമർ ഭരണകൂടവും മുസ്ലിങ്ങൾക്കൊപ്പം എന്നുള്ളത് സ്റ്റാമറും തെളിയിച്ചു. അപ്പൊ റോമാ നഗരം കത്തിയാലും വീണ വായിക്കുക തന്നെയുള്ളല്ലേ ആണ്. അപ്പോൾ ഈ മുസ്ലിം വിരുദ്ധ റാലി ഇപ്പൊ ലണ്ടനിൽ നടന്നു. ഇനി ഇത് യൂറോപ്പിന്റെ പല നഗരങ്ങളിലും ഇത് നടക്കുന്നുള്ള ഉറപ്പാണ്. ജർമ്മനിയിൽ പല മോസ്കുകളും അടച്ചു പൂട്ടുകയൊക്കെ ചെയ്തിരുന്നു ഇല്ലേ? അതെ. ഫ്രാൻസിലും വലതുപക്ഷ തരംഗമാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ അവിടെ പ്രധാനമന്ത്രിമാരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും ഓൾട്ടർനേറ്റ് അല്ലെ ബദൽ കക്ഷികളൊക്കെ രംഗത്ത് വരുന്നുണ്ട്. തീവ്ര വലതുപക്ഷം ഈ കുടിയേറ്റ വിരുദ്ധമായി യൂറോപ്പിന്റെ രാജ്യങ്ങളെ മുഴുവൻ പിടിച്ചു കുലുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതായത് മുസ്ലിങ്ങൾ കുടിയേറി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആളുകളെ കൊണ്ടിരുന്നു. അവിടുന്ന് തന്നെ പിന്നെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നു, അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നു, മക്കളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെതിരായ വലിയ വികാര വിക്ഷോഭമാണ് യൂറോപ്പിൽ ഉണ്ടാകുന്നത്. ബ്രിട്ടനിൽ തന്നെ വേറെ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടില്ലേ? ആ കുട്ടിയെ കൊന്ന ഒരു കേസ് അടുത്ത കാലത്ത് നടന്നിട്ടുണ്ടല്ലോ. അപ്പോ ഇങ്ങനെ ഒരു വികാര വിക്ഷോഭത്തിലാണ് യൂറോപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.